സ്വപ്നങ്ങളായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തങ്കമ്മ ആന്റിക്ക്. തന്റെ മരണസമയത്തിനു മുൻപ് തന്നെ വിദേശത്തുള്ള ആൺമക്കളും പെൺമക്കളും നാട്ടിലെത്തണം, അവരെ ചേർത്ത് നിർത്തി തന്റെ അന്ത്യ സന്ദേശം നൽകണം, എല്ലാ മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയും ഓരോരുത്തരെയായി ചേർത്ത് നിർത്തി തന്റെ അന്ത്യ ചുംബനം നൽകണം, നല്ല മരണത്തിന് ഒരുങ്ങുന്നതിനായി ഇടവക വികാരിയെ വിളിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തി അന്ത്യകൂദാശ സ്വീകരിക്കണം, തന്റെ ശവസംസ്കാരത്തിന് രൂപതാ ബിഷപ്പും ചുരുങ്ങിയത് 25 വൈദികരെങ്കിലും ഉണ്ടാകണം. തന്റെ മരണനിമിഷങ്ങളെക്കുറിച്ച് ഇത്തരം വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിച്ച തങ്കമ്മ ആന്റിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്തയെത്തി. തങ്കമ്മ ആന്റി കോവിഡ് പോസിറ്റീവ്. പ്രായം 75 കഴിഞ്ഞതിനാൽ വിദേശത്തു നിന്ന് 2 ആൺമക്കളും 2 പെൺമക്കളും കർശന നിർദ്ദേശം നൽകി. അമ്മച്ചി ഉടനെ ആശുപത്രിയിലേക്ക് മാറണം. അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയതിനാൽ അമ്മയുടെ കാര്യത്തിൽ ഇനി റിസ്ക് എടുക്കാനാകില്ല. വിദേശത്തു നിന്നുള്ള മക്കളുടെ നിർദ്ദേശം അതേപടി അനുസരിച്ച് കൂടെയുള്ള ജോലിക്കാരെയും അടുത്തുള്ള ബന്ധുക്കളും ചേർന്ന് തങ്കമ്മ ആന്റിയെ ഹൈടെക് ആശുപത്രിയിലെ കോവിഡ് സ്പെഷ്യൽ റൂമിൽ എത്തിച്ചു. അപ്പോഴും ഒരാഴ്ച കഴിയുമ്പോൾ കോവിഡ് നെഗറ്റീവായി തിരിച്ചു പോരാം എന്നതായിരുന്നു തങ്കമ്മ ആന്റിയുടെ പ്രതീക്ഷ. മക്കളും പ്രതീക്ഷിച്ചത് അത് തന്നെ. പക്ഷേ വില്ലനെ പോലെ ന്യൂമോണിയ എത്തി. ഓരോ ദിവസവും സ്ഥിതി വഷളായി വന്നു. തങ്കമ്മ ആന്റിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. ദൈവമേ, അന്ത്യകൂദാശ നൽകാൻ ഒരു വൈദികൻ പോലും അടുത്തില്ലല്ലോ. മക്കൾ 4 പേരും വിദേശത്ത്. കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ അനുവദിച്ചു? നല്ല മരണത്തിന് ഒരുക്കമായി നല്ല കുമ്പസാരവും അന്ത്യകൂദാശയും സ്വീകരിക്കാതെ മരിച്ചാൽ എന്റെ ആത്മാവ് എവിടെ എത്തും? കൈകളിൽ എപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്ന ജപമാലയിൽ പിടിച്ച് ഈശോ, മറിയം, യൗസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന ജപം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കിടക്കവേ തങ്കമ്മ ആന്റി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതെ, തങ്കമ്മ ആന്റിക്ക് വേണ്ടി അന്ത്യകൂദാശ നൽകാൻ ഈശോ ഒരു വൈദികനെയും അനുവദിച്ചു നൽകിയില്ല. അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഈശോ മറിയം ചൊല്ലിക്കൊടുക്കുവാൻ തങ്കമ്മ ആന്റിയുടെ അടുത്ത് ആരുമുണ്ടായില്ല. 4 മക്കളെ പ്രസവിച്ചു വളർത്തി വലുതാക്കി. എങ്കിലും അവരുടെ കയ്യിൽ മരണസമയത്ത് കുരിശു പിടിപ്പിക്കാൻ മക്കളിൽ ആരുമുണ്ടായില്ല. അന്ത്യചുംബനം നൽകാൻ മക്കളില്ല, മരുമക്കളില്ല, പേരക്കിടാങ്ങളില്ല. മക്കൾ ഉന്നത നിലയിലുള്ളവർ ആയിട്ടും മൃതസംസ്കാരത്തിന് മുൻപ് ഒപ്പീസ് ചൊല്ലുവാൻ ബിഷപ്പുമാരോ ഒരു വൈദികൻ പോലുമോ ഉണ്ടായില്ല. തന്റെ കുടുംബ ബന്ധങ്ങളും തറവാടിത്തവുമെല്ലാം വെച്ച് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർ ഒരു 100 ബൊക്കെയെങ്കിലും തന്റെ മൃതശരീരത്തിൽ അർപ്പിക്കും എന്ന ആന്റി കരുതിയെടുത്ത് ഒരു റോസാപ്പൂ പോലും നൽകാൻ ആരുമുണ്ടായില്ല. യാത്ര പറയാൻ ആരുമില്ല. ഒരിറ്റ് കണ്ണീര് പൊഴിക്കാൻ പോലും ആരുമില്ല. സ്നേഹിച്ചവരില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളുമില്ല. വലിയ വീടും വിശാലമായ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന തനിക്ക് സ്വന്തമായ ഒരു ശവപ്പെട്ടി പോലുമില്ല. തന്റെ കല്യാണമോതിരവും താലിമാലയും ആരോ ഗ്ലൗസ് ഇട്ട കൈക്ക് ഊരി മാറ്റിയിരിക്കുന്നു. അജ്ഞാതനായ വൈറസിനെ പേടിച്ച് തന്റെ ശരീരത്തിലെ സ്വർണം ഊരിയെടുക്കാൻ പോലും ആളുകൾ ഭയപ്പെടുന്നു. തന്റെ സ്വർണവളകളിൽ ചിലത് ജോലിക്കാരി പെണ്ണിന്റെ കല്യാണത്തിന് കൊടുത്തത് എത്ര നന്നായി എന്നാണ് ആന്റി അപ്പോൾ ഓർത്തത്. ആശുപത്രി ജീവനക്കാർ വെള്ള പ്ലാസ്റ്റിക്കിൽ തന്നെ പൊതിഞ്ഞിരിക്കുന്നു. എന്നും അതിരാവിലെ ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ദേവാലയത്തിൽ അകത്തുപോയി ദേവാലയത്തോട് ഒന്ന് യാത്ര പറയാൻ പോലും ദൈവം അവസരമൊരുക്കിയില്ല. 3 തലമുറകളായി സ്വന്തമായിരുന്ന മാർബിളിട്ട കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുപോകുവാൻ തന്റെ കൂടെ ആരുമില്ല. അങ്ങനെ ഭയപ്പെട്ട് ആകുലതകളും നഷ്ടബോധങ്ങളും ആശങ്കകളും നിറഞ്ഞു നിന്ന തങ്കമ്മ ആന്റിയുടെ ആത്മാവ് ആ കാഴ്ച കണ്ടു. മങ്ങിയ വെളിച്ചത്തിൽ മാലാഖമാരോടൊപ്പം അതാ തന്റെ പ്രിയപ്പെട്ട പാദ്രപ്പിയോ വരുന്നു. വിശുദ്ധൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ പേടിക്കേണ്ട. നീ ആരും അറിയാതെ ചെയ്ത ദാനധർമ്മങ്ങളും നീ സഹായിച്ച് രക്ഷപ്പെടുത്തിയ കുടുംബങ്ങളെയും നീ കാരണം പഠിച്ച് വൈദികനായ വൈദികനെയും ഈശോ കണ്ടിരുന്നു. ആരെയും കുറ്റം പറയാത്ത നിന്റെ നാവും നിന്റെ മാതാപിതാക്കന്മാരോടുള്ള ബഹുമാനവും കാരണം ഈശോ കടും ചെമപ്പായിരുന്ന നിന്റെ ചില പാപങ്ങൾ മഞ്ഞുപോലെയാക്കി മാറ്റിയിരിക്കുന്നു.
നീ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നീ പോലും അറിയാതെ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുകയായിരുന്നു. തങ്കമ്മയാൻറ്റി വീണ്ടും നോക്കിയപ്പോൾ അതാ വിശുദ്ധ പാദ്രപ്പിയോയുടെ അടുത്ത് വിശുദ്ധ ഫൗസ്റ്റീനയും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ കയ്യിൽ ഒരു വലിയ ഗ്രന്ഥം. അത് എന്താണെന്ന് ചോദിച്ച തങ്കമ്മയാൻറ്റിയെ നോക്കി ഫൗസ്റ്റീന പറഞ്ഞു, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആൻറ്റി ചൊല്ലിയ കരുണക്കൊന്തകളുടെ കണക്കും അതുമൂലം രക്ഷപ്രാപിച്ച ആത്മാക്കളുടെ പേരുമാണ് ഈ ഗ്രന്ഥത്തിലെന്ന്. അന്ത്യകർമ്മത്തിന് വൈദികൻ ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോഴും സങ്കടം സൂക്ഷിച്ചിരുന്ന തങ്കമ്മയാൻറ്റിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ തന്റെ മുൻപിൽ സാക്ഷാൽ വൈദികരുടെ മധ്യസ്ഥൻ വിയാനി പുണ്യവാളൻ. വിയാനി പുണ്യവാളൻ തങ്കമ്മയാൻറ്റിയോട് ഇങ്ങനെ പറഞ്ഞു, വൈദികർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ലോകത്തോട് ചേർന്ന് അവരെ കുറ്റം പറയാതെ ജീവിക്കുകയും ചെയ്ത നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഈശോ എന്നെ അയച്ചതാണ്. വിസ്മയിച്ച് വാ പൊളിച്ചു നിന്ന തങ്കമ്മയാൻറ്റി പിന്നെ കണ്ടത് മന്ദസ്മിതവുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെയാണ്. സൂര്യനെ അമ്മ ഉടയാടയായി ധരിച്ചിരിക്കുന്നു, ചന്ദ്രൻ അമ്മയുടെ കാൽ കീഴിലും. അമ്മ തങ്കമ്മയാൻറ്റിയോട് പറഞ്ഞു, മോളെ, നീ ഭക്തിയോടെ ചൊല്ലിത്തീർത്ത നന്മ നിറഞ്ഞ മറിയം ഒന്നും പാഴായി പോയിട്ടില്ല. അമ്മയുടെ ഒപ്പം ആയിരക്കണക്കിന് മാലാഖമാരും. ആയിരക്കണക്കിന് മാലാഖമാർ തന്നെ സ്വീകരിക്കാനെത്തിയ കാഴ്ച കണ്ടപ്പോൾ തന്റെ ശവസംസ്കാരത്തിന് ആരും വരാത്തതിൽ വിഷമിച്ച ആന്റി സന്തോഷത്താൽ നിറഞ്ഞു. യൗസേപ്പിതാവിനോടുള്ള ബഹുമാനം കൊണ്ട് ഒരിക്കലും യൗസേപ്പിതാവിന്റെ ജപം ചൊല്ലുന്നത് മുടക്കാതിരുന്ന ആന്റിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ എത്തിയത് സാക്ഷാൽ യൗസേപ്പിതാവ് തന്നെ നേരിട്ടായിരുന്നു, കൂടെ വിശുദ്ധ മിഖായേലും. തന്റെ അമ്മ ചെറുപ്പം മുതൽ നിർബന്ധമായും ചൊല്ലണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച വിശുദ്ധ മിഖായേലിന്റെ ജപം ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ആന്റിക്ക് അത്. വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും കൈ പിടിച്ച് യേശുവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര. തന്റെ ഒപ്പം മരിച്ച അനേകം വൈദികരെയും സമർപ്പിതരെയും തങ്കമ്മയാൻറ്റി വിശുദ്ധ മിഖായേലിനൊപ്പം നടക്കുമ്പോൾ കണ്ടു. തന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് മിഖായേൽ മാലാഖ ആന്റിയോട് പറഞ്ഞു, അവർ അവരുടെ പാപം കൊണ്ട് മരിച്ചവരല്ല, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന കുഞ്ഞാടുകളാണ്. നല്ലവരും നീതിമാന്മാരുമായ ഇവരുടെ മരണം കൊണ്ട് സ്വർഗം മറ്റുള്ളവരുടെ പാപം മോചിച്ച് ഭൂമിക്ക് മേലുള്ള ശിക്ഷ കുറയ്ക്കും. ഇതൊക്കെ നിനക്ക് പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ സ്വർഗത്തിലെത്തി ഈശോയുടെ തിരുമുഖം നീ ദർശിക്കണം. ആന്റിയുടെ എല്ലാ വിഷമങ്ങളും മാറിയത് സ്വർഗത്തിലെത്തിയപ്പോഴാണ്. സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് മനുഷ്യകുലത്തെ വിലയ്ക്ക് വാങ്ങിയ പിതാവിന്റെ സ്നേഹം സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മാറിപ്പോയ ആന്റി ഓർത്തത് ഇങ്ങനെയാണ്, തന്റെ ജീവൻ ശരീരത്തിൽ നിലനിർത്താൻ ഞാൻ എന്തെല്ലാം ചെയ്തു, ആരോടെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്രയും എന്നെ സ്നേഹിക്കുന്നവർ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയില്ലല്ലോ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം എന്ന് പറഞ്ഞത് വെറുതെയല്ല എന്ന് ഇപ്പോഴാണല്ലോ തിരിച്ചറിയാനായത്. ഒരു കൗതുകത്തിന് ഭൂമിയിലേക്ക് നോക്കിയ തങ്കമ്മയാൻറ്റി കണ്ടത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അനുശോചനം അറിയിക്കുന്നവർക്ക് നന്ദി പറയാൻ തന്റെ മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും മത്സരിക്കുന്നതാണ്. അപ്പോഴും ആന്റിയുടെ ആത്മാവിൽ ഒരു ഗാനം അലയടിച്ചുകൊണ്ടിരുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. ആന്റി സ്വയം പറഞ്ഞു, മരണം എങ്ങനെ സംഭവിച്ചു എന്നതല്ല, ശവസംസ്കാരത്തിന് ആരെല്ലാം ഉണ്ടായിരുന്നു എന്നതുമല്ല പ്രധാന കാര്യം, മരിക്കുന്നതിനു മുൻപ് നാം എങ്ങനെ ജീവിച്ചു എന്നതാണ്.